വണ്ടി തട്ടിയല്ല. ബാക്കിൽ ആരോ കൊണ്ടുവന്ന് തട്ടിന്ന് തോന്നുന്നു. കണ്ണേട്ടാ, ഇത് കരുണയുടെ അച്ഛന്റെ വണ്ടിയാ. ആണോ? അതെ. ഏതെവിടാ വണ്ടി കൊണ്ട് ഇടിച്ചേ? നിക്കടാ, നിക്കടാ അവിടെ. ഇടിച്ചിട്ട് അവൻ പാഞ്ഞു പോന്നു. അങ്ങനെ വിട്ടാൻ പറ്റില്ല. വിട്ടു പോയിക്കോട്ടെ. പക്ഷേ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയെ തട്ടിയിട്ട് പോയനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചേക്കാം. എന്നാലും അവനെ ഇറങ്ങി ഒരു സോറി എങ്കിലും പറയട്ടെ മോളെ. അതുപോലും ചെയ്താ വിട്ടുപോയിരിക്കുന്നേ. അവനേതോ പെങ്കൊച്ചിനെ തപ്പിക്കൊണ്ട് വന്നതാ. അതാ അങ്ങനെ ഒരു പോക്ക് പോയത്. അതുപോട്ടെ, മോളുവാ കയറ്. അച്ഛനും ശ്രദ്ധ തെറ്റി. സഡൻ ബ്രേക്ക് ഇട്ടതായിരുന്നു. അതിന് പുറകെ വരുന്നവര് ശ്രദ്ധിക്കണ്ടേ മോളെ. മുന്നിൽ പോകുന്നവര് ഇതുപോലെ സഡൻ ബ്രേക്ക് ഇടുമ്പോഴത്തേക്കേ നമ്മൾ കൊണ്ടുപോയി തട്ടിച്ചാലോ? അവര് ക്ഷമിക്കുവോ? കഴിഞ്ഞത് കഴിഞ്ഞു. പെട്ടെന്ന് വന്നല്ലോ രണ്ടാളും. ഞങ്ങള് പേടിച്ചോടിയതാ. പേടിച്ചോടിയോ? ഒന്നും പറയണ്ട. പോകുന്ന വഴിക്ക് ഒരു വണ്ടിയുടെ പിൻഭാഗത്ത് തട്ടി. അയ്യോ, എടാ കുഴപ്പമാടാ? കുഴപ്പമായോന്നറിയില്ല. തട്ടിയതാ രാക്ഷസന്റെ വണ്ടിയുടെ പിന്നില. ഇയാളുടെ രണ്ടാനച്ഛന്റെ വണ്ടിയുടെ പിന്നില്. അയാൾ ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങൾ തടി തപ്പി. എങ്കിലും അയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എടാ, സംശയിക്കാൻ നിന്റെ മുഖം അയാൾ കണ്ടില്ലല്ലോ. അതുമാത്രമല്ല, കണ്ണേട്ടൻ വണ്ടി ഓടിക്കുന്നുള്ള ധാരണ അയാൾക്കില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ സംശയിച്ചു കാണില്ല. ഞാൻ ആ മാർക്കോട് വിവരം പറഞ്ഞിട്ടുണ്ട്. അവന്റെ വണ്ടിയാണല്ലോ. ഇയാളിനി കേസോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ മാർക്കോ ഇത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ നിനക്ക് ബൈക്ക് ശരിക്കും ഓടിക്കാൻ അറിയില്ലെന്ന് ബോധ്യമായല്ലോ. അല്ല, അതുവരെ കണ്ടിട്ട് നന്നായി വണ്ടി ഓടിച്ചത്. കേട്ടല്ലോ പറഞ്ഞത്. ഇവിടെ ഒരു ഹമ്പ് വന്നപ്പോ അയാൾ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുമായിരുന്നു. സഡൻ ബ്രേക്ക് ഇട്ടപ്പോ ജസ്റ്റ് ഒന്ന് തട്ടിയെന്നേ ഉള്ളൂ. അതിനകത്ത് കരുണയുണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഡ്രൈവർ സീറ്റിനപ്പുറത്ത് ആരോ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാളും തനിച്ച് പുറത്തിറങ്ങിയ ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി 2 വീലറിലുള്ള യാത്രയൊന്നും വേണ്ട. പോകുന്നെങ്കിൽ കാറിൽ പോയാൽ മതി. അതും ഡ്രൈവറെ കൂടെ ഇരുത്തിക്കൊണ്ട്. നടക്കാതെ പോയ ഓരോ ആഗ്രഹങ്ങള് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കടാ. തുരുമ്പ് പിടിച്ചുപോയ മനസ്സിനെ ഒന്ന് രാഗി വെളുപ്പിച്ചെടുത്തോണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്കൊരു ജർമ്മൻ യാത്ര നടത്തണം. 1 മാസത്തെ യാത്ര. അവിടെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം തീർത്തിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി. അതുവരെ നീ ഈ നാട്ടിൽ കിടന്ന് സാഹസമൊന്നും കാണിക്കണ്ട. ശരി, നീ വാ. യാത്ര ആസ്വദിച്ചോ? ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് തൊട്ട്
തൊട്ട് മുമ്പ് വരെ. ദാ, ആരടാ അത്? മാർക്കോയാ? അച്ഛനും മോള് ഇറങ്ങ്. എന്താ മാർക്കോ? എന്തിനാണെന്നൊക്കെ പറയാടാ, ഇറങ്ങി ഇങ്ങോട്ട്. ഡേ, ഇറങ്ങടി ഇങ്ങോട്ട്. നേരത്തെ ഒരു വണ്ടി കൊണ്ടുവന്ന് നിന്റെ കാറിന്റെ പിന്നിലിടിച്ചില്ലേ? അത് ദേ ആ വണ്ടിയാ, എന്റെ വണ്ടി. അയ്യോ മാർക്കോ, അതും മാർക്കോടെ ആയിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ലെങ്കിലേ ദേ ഇപ്പൊ അറിഞ്ഞോ. ആ, അതിന്റെ പേരിൽ എനിക്ക് ഇനിയും ഒരു തലവേദന ഉണ്ടാക്കരുത്. അല്ല, പിന്നെ ഞാനത് വെഹിക്കിൾ ഇൻസ്പെക്ടറോട് വിളിച്ച് പറഞ്ഞായിരുന്നു. സാരമില്ല, കുഴപ്പമില്ലെന്ന് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞോളാം. അല്ല, മാർക്കോടെ വണ്ടീന്റെ പിന്നിലിരുന്നത് ആരായിരുന്നു? ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നല്ലോ. കൊച്ചു കള്ളൻ, അതുകൊണ്ടായിരിക്കും വിട്ടുപോയതല്ലേ? നിർത്തടാ, കൂടുതൽ സൂചിപ്പിക്കലൊന്നും വേണ്ട. ഇല്ല ഇല്ല. മലയ്ക്ക് പോയ കണ്ണൻ സാറിനെയും ഞങ്ങളെയും കൊല്ലാൻ വേണ്ടി ആളെ വിട്ട ശേഷം നിന്നെയും മേഘനെയും ഞാൻ തെരഞ്ഞു നടക്കുക. അയ്യോ, ഒരു തവണ മേഘൻ എന്റെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. അയ്യോ, അത് എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല മാർക്കോ. പിന്നെ ആർക്കാ അറിയാവുന്നത്? ഇവൾക്കറിയോ? അല്ല അല്ല, അത് മോളിപ്പോ ബന്ധം പിരിഞ്ഞതുപോലെ കുടുംബത്ത് വന്ന് നിൽക്കുക. അതുകൊണ്ട് ഇനി കണ്ണനെ പറ്റിയോ അവന്റെ ആൾക്കാരെ പറ്റിയൊന്നും എനിക്ക് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. അങ്ങനെ മകള് ബന്ധം പിരിഞ്ഞു നിൽക്കുന്നത് മഹാലക്ഷ്മിയും കണ്ണൻ സാറും കാരണമാണെന്ന് ചിന്തിക്കുന്ന നീയും നിന്റെ മോളും പ്രതികാരം ചെയ്യില്ല എന്ന് ചിന്തിക്കാൻ മാത്രം ബുദ്ധി ഉറക്കാത്തവരല്ലടാ ഞങ്ങളൊന്നും. ഒന്ന് കൈ കിട്ടിക്കഴിഞ്ഞാലേ ശരിക്കൊന്ന് പെരുമാറണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ നിന്റെ മോള് കൂടെ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് സ്വന്തം മോളുടെ മുന്നിൽ വെച്ച് അച്ഛനെ തല്ലുന്നില്ല. അയ്യോ, തല്ലല്ലേ. മഹാലക്ഷ്മിക്കോ കണ്ണൻ സാറിന് ഒരു പോറല് പറ്റിയ പിന്നീട് എന്തുണ്ടാവുമെന്ന് പലതവണ നിന്നോടും അവരുടെ ശത്രുക്കളോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ നിൽക്കുന്ന നിന്റെ മോളെ പോലും പിന്നെ നിനക്ക് ചിലപ്പോ കണി കാണാൻ പറ്റിയെന്ന് വരില്ല. കണ്ണൻ സാറിന്റെ മഹാലക്ഷ്മിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളാ. മുരുകസേനയെ പോലെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അത് മനസ്സിലാക്കി അവരിൽ നിന്നും അകന്നു മാറിപ്പോയില്ലെങ്കിൽ അത് മരണം സ്വയം പിടിച്ചു വാങ്ങുന്നതിന് തുല്യമായിരിക്കും. ഓർത്തോ? അച്ഛാ, അച്ഛാ.
ദേ പറഞ്ഞതൊക്കെ നീയും മനസ്സിൽ വെച്ചോ. കാറിൽ തട്ടിയത് കേസായെങ്കിലേ നിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാർ അടിച്ച് പൊട്ടിക്കൂടാ ഞാൻ. കേസൊന്ന് ബലക്കട്ടെ. ഇല്ല, കേസില്ല. അത് ഞാൻ വിട്ടു മാർക്കോ. എങ്കിൽ നിനക്ക് കൊള്ളാം. വാടാ. ഇത് വലിയ നാണക്കേടായല്ലോ. നടു റോഡിൽ വെച്ച അവൻ അച്ഛനെ എന്നെ അപമാനിച്ചത്. അതല്ല മോളെ, അവന്റെ ശക്തി എന്താണെന്ന് നന്നായിട്ട് തിരിച്ചറിയാവുന്നവനാ മോളെ ഞാൻ. മറിച്ച് എന്തെങ്കിലും പറഞ്ഞാ മോളുടെ മുമ്പ് വെച്ച് തന്നെ അവൻ എന്നെ തല്ലും. അത് നിന്നു കൊള്ളാനേ എന്നെ കൊണ്ടുപറ്റൂ. അവനെ തടഞ്ഞു നിർത്താനുള്ള ആരോഗ്യം എനിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും അവനും അവന്റെ കൂട്ടുകാരനും വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ടിപ്പറെടുത്ത് പിന്നാലെ പായണം. എന്നിട്ട് അവന്മാർ ഇടിച്ചിടണം. ലോറിയും ട്രെയിനും ഒക്കെ ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുക്കാൻ മനുഷ്യരായിട്ടുള്ള ആർക്കും പറ്റില്ല. അത് ചില തമിഴ് നടന്മാർക്ക് മാത്രമേ പറ്റൂ. അത് വിട്ടേക്ക്. മോളുവാ കയറ്. അവൻ പറഞ്ഞു കേട്ടില്ലേ, കണ്ണന്റെ മഹാലക്ഷ്മിയുടെ സംരക്ഷണം അവൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന്. അവൻ പറഞ്ഞതിനകത്ത് സത്യമുണ്ട് മോളെ. നമ്മളിനി അവർക്കെതിരെ നീങ്ങുമ്പോൾ ഇങ്ങനെ ചില മാരണങ്ങൾ പിന്നാലെ ഉണ്ടെന്ന് ഓർത്തേ പറ്റൂ. എന്തായാലും മോളെ ഞാൻ വീട്ടിൽ വിട്ടിട്ട് എനിക്ക് അവനെ ഒന്ന് കാണണം. ആ മേഘനെ. അവനും ഇവനെ പേടിച്ചു നടക്കുക. രണ്ടാളും വലിയ ധൈര്യശാലികളാണെന്നൊക്കെയാ പറയുന്നേ. എന്നിട്ട് പേടിത്തൊണ്ടന്മാരെ പോലെ ഓടി ഓളിക്കുക. എന്നുവെച്ചാൽ ഇതുപോലൊരു വെട്ടുപോത്തിനെ ഞാൻ കണ്ടിട്ടില്ല മോളെ. അവന് കുടുംബവുമില്ല, ഭാവിയെ പറ്റിയുള്ള ചിന്തയുമില്ല. അവനിപ്പം പറഞ്ഞു കേട്ടില്ലേ, വീടിനകത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറ് തല്ലി പൊളിക്കുന്നു. കാറ് മാത്രമല്ല, അവൻ വീടിനകത്ത് വന്നിട്ട് എന്റെ തലയും തല്ലി പൊളിക്കും. മോളുടെയും. പോ. മേഘ, മദ്യത്തിന്റെ ലഹരിയിൽ ഒരാളെ രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ കാണും. ഒരാൾ മറ്റൊരാളായിട്ട് തോന്നും. അങ്ങനെയാ നിനക്ക് തോന്നിയെന്നേ. പക്ഷേ അവനും അവന്റെ ഭാര്യയും അനന്തും അവന്റെ ഭാര്യയും എല്ലാം കൂടി മൂന്നാറിൽ വന്നല്ലോ മകളെ. മൂന്നാറിൽ വന്നെങ്കിൽ നീ കണ്ണന്റെ ഫോട്ടോ കാണിച്ച് അവൻ വന്നോന്ന് ചോദിച്ചായിരുന്നല്ലോ. എന്നിട്ട് അവര് വന്നില്ലെന്നല്ലേ പറഞ്ഞേ. അതായി എന്നെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇപ്പൊ ആ മാർക്കോടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാതിരിക്കാനാ ശ്രദ്ധിക്കണ്ടേ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ് നടന്ന സംഭവം. അവൻ എന്നെ വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറഞ്ഞതാ നിന്നെ അവൻ കൈകാര്യം ചെയ്യുന്നു. മകളെ, നേരത്തെ അവനെ കണ്ടപ്പോ അവന്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെടുമായിരുന്നു. അന്നാ മലയ്ക്ക് വെച്ച് 3 എണ്ണത്തിനെ തീർത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എടാ, ഒരുത്തൻ ഇപ്പോഴും മരിക്കാതെ കിടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ നീ കണ്ണനെയാണ് കണ്ടതെന്നുള്ളൊരു സംശയം നിനക്കുണ്ടെങ്കിൽ ആ കിടക്കുന്നതിനോടൊന്നും ചോദിച്ചാ പോരെ കണ്ണൻ നടക്കുമെന്ന്. അതിനു വേണ്ടി ഞാൻ പോയതാണല്ലോ മകളെ. അപ്പൊ അവന് സംസാരിക്കാനും വയ്യ, കൈ അനക്കാനും വയ്യ. കയ്യെങ്കിൽ അനക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ചോദിച്ചതിനുള്ള ഉത്തരം എഴുതി കാണിച്ചാൽ മതിയായിരുന്നല്ലോ. നീ മൂന്നാറിൽ വെച്ച് കണ്ടത് കണ്ണനെയും അല്ല, കണ്ണനൊട്ട് നടന്നിട്ടുമില്ല. നീ എന്തൊക്കെയായി പറയുന്നേ? ഇനി എത്ര വലിയ തോമസ് വൈദ്യം വിചാരിച്ചിരുന്നാലും 10-12 വയസ്സിൽ അരയ്ക്ക് താഴ്പോട്ട് തളർന്നു പോയവൻ ഉടനെ ഒന്നും എഴുന്നേറ്റ് കിടക്കാനൊന്നും പോകുന്നില്ല. എന്റെ അങ്കിളെ മരുന്ന് മാറ്റി കൊടുത്തോണ്ടാ അവൻ പിന്നെ എഴുന്നേറ്റ് നടക്കാതിരുന്നത്.
ശരിക്കുള്ള മരുന്ന് കൊടുത്താലും അത്രയും വലിയൊരു ആക്സിഡന്റ് പെട്ടവൻ ഉടനെ ഒന്നും എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ലടാ. ഈ ജന്മം ഇനി അവൻ അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. പിന്നെ എന്റെയും നിന്റെ അച്ഛന്റെയും ബുദ്ധിമോശം കൊണ്ട് ഒരുത്തി അവന്റെ ജീവിതത്തിലേക്ക് എത്തപ്പെട്ടു. അവൾ ഇനി അവനെ കളഞ്ഞിട്ട് പോവാതിരുന്ന ഒരു ഭാര്യ ഉണ്ടെന്ന് അവന് പറയാം. അത് മാത്രമേ ഉള്ളൂ ഇനി അവനൊരു മെച്ചം. അല്ലാതെ അവനിനി നടക്കാനും പോകുന്നില്ല, അവനൊരു കുഞ്ഞ് ജനിക്കാനും പോകുന്നില്ല. നിനക്ക് വേറെ പണിയൊന്നുമില്ല. എന്നാലും ഞാൻ അവിടെ കണ്ടത് എന്റെ ദേവി, ദൈവത്തെ പോലെ എന്റെ ജീവിതത്തിലേക്ക് വന്ന കണ്ണേട്ടന് ഇന്ന് എല്ലാരെയും പോലെ നടക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് ദീർഘായുസും സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ എന്റെ ദേവി. കണ്ണൻ സാറിന് എന്തെങ്കിലും മാറ്റമുണ്ടോ മോളെ? അങ്ങനെ മാറ്റമൊന്നും ഇല്ല തിരുമേനി. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. എല്ലാം നടക്കും. മോളുടെ മനസ്സ് ഭഗവതി കാണാതിരിക്കില്ല. ശരി തിരുമേനി. ഓ ആയിക്കോട്ടെ. തിരുമേനി, എവിടെയും ആ അമ്മയെ കാണുന്നില്ലല്ലോ. ആരെയാ നോക്കുന്നേ? എനിക്ക് മനസ്സിലായി എന്നെയാ തിരയുന്നതെന്ന്. അതെ, അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. മലയ്ക്ക് പോയി വന്ന ശേഷം ഭർത്താവ് നന്നായി നടന്നു അല്ലേ? ആ അതെ അമ്മ, ഇപ്പൊ കണ്ണേട്ടന് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒന്നൊന്നായി ഒഴിഞ്ഞു പോട്ടെ. അപ്പോഴും അറിയാൻ പാടില്ലാത്തവര് ഇതൊന്നും അറിയണ്ട കേട്ടോ. ഇല്ലമ്മേ, ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മണ്ഡലകാലവും മകരമാസവും ഒക്കെ കടന്നുപോയി. കണ്ണമ്മോന്റെ പിറന്നാൾ വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാ. അടുത്ത കാർത്തികയ്ക്ക് മോൾ ഒരു സന്തോഷ വർത്തമാനം കേൾപ്പിക്കും കേട്ടോ. എന്താ അമ്മേ? അതൊന്നും ഞാനിപ്പൊ പറയുന്നില്ല. എന്റെ വാക്കുകൾ ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതും വിശ്വസിക്കാം. കുംഭമാസത്തിലെ കാർത്തികയ്ക്ക് ഇനി അധികം നീളമൊന്നുമില്ല, അത് ഉടനെ ഉണ്ട്. അതിനു മുമ്പ് കുറെ കൂടെ ചിരിക്കും കേട്ടോ. അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പറയുന്ന സമയത്ത് മോൾക്കൊന്നും മനസ്സിലാവില്ല, പിന്നീട് എല്ലാം മനസ്സിലാവും. അമ്മ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ക്ഷേത്രമണി അടിക്കാറുണ്ട്. ക്ഷേത്രമണി അടിക്കുന്നത് എന്നെ വിളിക്കുന്നതാ. ഞാൻ ഒന്ന് പോയി ഭഗവതിയെ കാണട്ടെ. കലിയുഗ വരദായകനെ പോയി കണ്ടിട്ട് വന്നതാ മോളുടെ കണ്ണൻ. കാലിന് ചലനശേഷി കിട്ടിയ ശേഷം
ഭഗവാനെ പോയി കണ്ട ഭക്തനെ ഒരിക്കലും അയ്യപ്പസ്വാമി നിരാശപ്പെടുത്തില്ല. ദാമ്പത്യം തുടങ്ങിയില്ലേ രണ്ടാളും? ഇനി പിന്നാലെ ഒരുപാട് ദാമ്പത്യ നേട്ടങ്ങളും ഉണ്ടാകും.